ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഹേ അമൃത. ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഹസ്ബൻഡിൻ്റെ 2 ഫ്രണ്ട്സും ഒരാളുടെ വൈഫും കുട്ടിയുണ്ട്. നമ്മളൊരു മോർണിംഗ് ഒരു 8:30 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ഒമാനിലാണ് ഉള്ളത്. ഒമാനിൽ നമ്മൾ മുസന്ന എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഫഞ്ച എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ പോകുന്ന വഴി നൈസായിട്ട് ആദ്യം തന്നെ ഒരു പണി കിട്ടി കേട്ടോ. നമ്മുടെ വണ്ടിയുടെ പെട്രോൾ അങ്ങ് തീർന്നു. പിന്നെ ഞങ്ങൾ റോഡിൽ ഇറങ്ങിയിരുന്നത് ഈ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് നിൽപ്പായിരുന്നു കേട്ടോ. ഇവൻ്റെ പേര് സുൽത്താൻ എന്നാണ്. ഇത് ഫ്രണ്ടിൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് നമ്മളൊരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലൊക്കേഷനിൽ എത്തി കേട്ടോ. ഫഞ്ച ഹെറിറ്റേജ് ഹൗസ് എന്നാണ് നമ്മുടെ ഈ ഒരു സ്പോട്ടിൻ്റെ പേര്. നമ്മൾ മസ്കറ്റിൽ നിന്ന് വരുമ്പോൾ ഏകദേശം ഒരു 49 കിലോമീറ്റേഴ്സ് നമുക്ക് ഇങ്ങോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് കയറണമെങ്കിൽ എൻട്രൻസ് ഫീ ഉണ്ട്. അത് ഏകദേശം 500 പൈസ, നമ്മുടെ ഒമാൻ പൈസയാണ് വരുന്നത് ഇതിൻ്റെ എൻട്രി ഫീസായിട്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു റിലാക്സിങ് ഫീൽ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് കുറേ ട്രഡീഷണൽ എലമെൻറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇത് സെയ്ഫ് ബിൻ നസീർ അൽ റവാഹി എന്ന് പറഞ്ഞിട്ടൊരു ആള് 40 വർഷം മുമ്പ് ഒരു ട്രഡീഷണൽ ഹൗസ് ഉണ്ടാക്കിയതാണ്. പിന്നീട് അദ്ദേഹം ലോക്കൽ ടൂറിസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതൊരു ഒരു ഹെറിറ്റേജ് ഹൗസാക്കി റെനോവേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് അഖിൽ. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3 months ആയിട്ടോ. അത് കഴിഞ്ഞ് അഖിൽ ഉടനെ ഇങ്ങോട്ട് തിരിച്ചു പോന്നായിരുന്നു. അപ്പോൾ അഖിലിനെ കാണാൻ വേണ്ടി ഞാനൊരു 1 month വിസിറ്റിംഗ് വിസ എടുത്തിട്ടാട്ടോ ഇപ്പോൾ ഒമാനിലേക്ക് വന്നേക്കുന്നത്. പിന്നെ ഇത് അഖിലിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, റാഷിദ് നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വന്തം ബ്രദറിനെ പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇവിടെ കയറുമ്പോൾ തന്നെ കുറേ ഇങ്ങനെ ബേർഡ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ കുറേ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് കുറേ അറിയാൻ പാടില്ലാത്ത ആനിമൽസും അതേപോലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അഖിൽ എന്നെ വന്ന് കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ദേ ഇവിടെ പഴയ ഒരു ടെലിഫോണൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് പണ്ടത്തെ കാലത്ത് ഓർമ്മകളൊക്കെ അതിങ്ങനെ കൊണ്ടു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് വർക്കിംഗ് ഒന്നുമല്ല. പിന്നെ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഇറങ്ങി പോകുന്ന വഴി കുറേ എന്താ പറയുക, പനകളുടെ ഇടയിൽ ഇങ്ങനെ നടന്ന് പോകാൻ പറ്റുന്ന ഒരു വാക്ക് വേ ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അവിടെ നല്ല രസമാണ് കേട്ടോ. ചുറ്റും പനകളാണ്. പിന്നെ നമ്മുടെ പനകളുടെ ഇടയ്ക്കേട് ഇങ്ങനെ മുകളിലായിട്ടാണ് ഈ പാലം വരുന്നത്. അപ്പോൾ ഇതാണ് അഖിലിൻ്റെ വേറൊരു ഫ്രണ്ട് അൽത്താഫിൻ്റെ കുട്ടിയാണ് കേട്ടോ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുട്ടീനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഞങ്ങളായിട്ട് അത്ര അടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പയ്യെ അവൻ ഇവിടെ വന്നു കഴിഞ്ഞ് പയ്യെ അവൻ നമ്മളായിട്ട് നന്നായിട്ട് അടുത്തു കേട്ടോ. പിന്നെ എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമ്മൾ നാട്ടിലൊന്നും കാണാത്ത രീതിയിലുള്ളൊരു രീതിയിലായിരുന്നു അവിടുത്തെ ആ ഒരു മുകളിലേക്കിടെയുള്ള പാലവും അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മൾ ആ നടന്ന് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റുള്ളൊരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ, കാരണം കുഞ്ഞുള്ളതുകൊണ്ട് ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. പിന്നെ ഇത് നമ്മുടെ അതിൻ്റെ ഏറ്റവും ടോപ്പിലെ വ്യൂ ആണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകാനും നിന്നില്ല. പിന്നെ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. ഈ ഹെറിറ്റേജ് ഹൗസിൽ നമുക്ക് റൂംസും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ പോകുന്ന വഴി ആ പാലത്തേക്കിടെ പോയില്ലായിരുന്നു, അതിൻ്റെ അടിഭാഗമാണിത്. ഇവിടെ കുറച്ച് തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ മുകളിൽ വന്നപ്പോൾ അവിടെ കുറച്ച് ഒരു മയിലും പിന്നെ ഒരു ഒട്ടക പക്ഷിയോ എമോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മയിലിനെ കണ്ടപ്പോഴേക്കും നമ്മുടെ കുട്ടി ഭയങ്കര ഹാപ്പിയായി കേട്ടോ. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഓട്ടമാണ്. പിന്നെ ആ മയിലും എമ്മും അവിടെയുള്ള ഏരിയയിൽ നമ്മൾ ഒന്നുകൂടെ പോയി. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ളൊരു ഏരിയ ഇവിടെ ഉണ്ട്. അപ്പോൾ സുൽത്താൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സുൽത്താൻ്റെ കൂട്ടത്തിൽ ഒരു കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ, റാഷിദും കൂടെയും അവിടെ ഒരു ഇത് കണ്ടപ്പോൾ അതിൻ്റെ മുകളിൽ കയറുന്ന കളിക്കുക. പിന്നെ അടുത്ത് നമ്മുടെ അവിടെ ഒരു എക്സിബിഷൻ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തായിരുന്നു വെച്ചാൽ കുറേ പഴയ ഒമാനി സാധനങ്ങളും അതുപോലെ എല്ലാ രാജ്യങ്ങളുടെ നോട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ അതിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് റാഷിദ് അതിൻ്റെ എല്ലാത്തിൻ്റെയും ടൂർ ചെയ്ത് വരികയാണ്. അതെന്താണ് സാധനങ്ങൾ അങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വരികയാണ് കേട്ടോ. അവൻ്റെ ടൂറൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നമ്മളവിടെ കുറേ ഇങ്ങനെ പഴയകാല ബോക്സുകളും അതെല്ലാം കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് പഴയ കുറേ മൊബൈൽ ഫോൺസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ടോട്ടലി. അപ്പോൾ ഇത്രയാണ് ഫഞ്ച ഹെറിറ്റേജ് ഹൗസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.